ഹായ്, പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ മോളും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നാളെ എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. 3 വർഷമായി എൻ്റെ അമ്മ മരിച്ചിട്ട്. അത് കാരണം ഞാനും മോളും കൂടെ തലേ ദിവസം തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെ ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് ആക്കാമെന്ന് പറഞ്ഞ ചേട്ടൻ കൊണ്ട് വിടാൻ പോവുകയാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ വെള്ളൂർ അടുത്തുള്ള ഇറുമ്പേവ് എന്ന് പറയുന്നതാണ് സ്ഥലം. അപ്പോൾ കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബോട്ട് സർവീസ് ഉണ്ട്, വൈക്കം തവണക്കടവ് ബോട്ട് സർവീസ്. ആ ബോട്ടിന് ആണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. നല്ല രസമാണ്, ഒരു ടൂറ് പോകുന്ന പ്രതീതിയാണ് വീട്ടിലോട്ടൊന്ന് പോയി വരുന്നതിന് വേണ്ടി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗരോർജ ബോട്ടായ ആദിത്യ ഇവിടെയാണ് സർവീസ് നടത്തുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഒരു 4 ബോട്ടൊക്കെ സർവീസ് നടത്തുന്നതാണ് വൈക്കം തവണക്കടവ് ബോട്ട് സർവീസിൽ. അത് വൈക്കത്ത് അഷ്ടമി വരുമ്പോഴും പള്ളിപ്പുറം പള്ളിയിൽ പെരുന്നാൾ വരുമ്പോഴും ബോട്ടുകളുടെ എണ്ണം കൂടും. അതുപോലെ ഒത്തിരി യാത്രക്കാരുണ്ടാവും ആ സമയങ്ങളിൽ. അങ്ങനെ ഞങ്ങൾ വൈക്കത്ത് എത്തി കേട്ടോ. ഇതാണ് വൈക്കം ബോട്ട് ജെട്ടി. അപ്പോൾ ബ്രദർ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വൈക്കത്ത് ബോട്ട് ജെട്ടിയോടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, ബീച്ചിലോട്ട് പോയിരിക്കാമെന്ന് പറഞ്ഞ് ഞാനും മോളും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ബീച്ചിനടുത്ത് KTDCയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മോട്ടലാര. ആ റെസ്റ്റോറൻറ്റിൽ ഒരു 2 നില ബസ്, ഇതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ്. അത് KTDCയുടെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിനകത്ത് സീറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ഇരുന്നാണ് ആളുകൾക്ക് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. അങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് വൈകുന്നേരങ്ങളിൽ ഈ ബീച്ചിൽ വന്നിരിക്കുന്നതിന്. ധാരാളം ആളുകൾ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് വൈക്കം ബീച്ച്. നല്ല ഭംഗിയാണ്. ഒത്തിരി ശില്പങ്ങളും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നാൽ ബോട്ടുകൾ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളും വലിയവരും പ്രായമായവരും എല്ലാവരും ഇവിടെ ധാരാളമായി വന്നിരിക്കുന്നുണ്ട്. ഇതാ എൻ്റെ ബ്രദറൊക്കെ എത്തി കേട്ടോ. ബ്രദറും അവൻ്റെ വൈഫും 2 കുട്ടികളും ഉണ്ട്. അവരേതൊക്കെയോ കുറേ ചെടികളും ഒക്കെ വാങ്ങി, അതാണ് വരാൻ വൈകിയത്. അവരിപ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട്, ഞങ്ങളിരിക്കുന്ന സ്ഥലത്തോട്ട് വന്നു. ദേവും ധ്രുവക്കുട്ടനും നീതു എല്ലാവരും ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ബീച്ച് കാണാൻ സന്ധ്യാസമയത്ത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞ് മാമിയും എൻ്റെ മോളും കൂടി ഐസ്ക്രീം വാങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ അവർ വാങ്ങിച്ചു കേട്ടോ. ബ്രദറിന് മാത്രം ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. ബാക്കി ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഐസ്ക്രീമും ഒക്കെ കഴിച്ചു, കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പോകുന്ന വഴിക്കാണ് വീട്ടിലിടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂസ്റ്റ എന്ന് പറയുന്ന കടയിൽ, വൈക്കത്ത് തന്നെയുള്ളതാണ്, അവിടെ കയറി. മക്കൾ ഓടി നടന്നാണ് എല്ലാം നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ. ധ്രുവക്കുട്ടൻ അവിടെയുള്ള കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിയും ധ്രുവക്കുട്ടനും കൂടെ പിന്നെ കളിയായി കണ്ണാടിയിൽ നോക്കി. അപ്പോൾ നീതുവും ഞാനും ബ്രദറും ഒക്കെ കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നോക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മക്കൾ.
അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോയി കേട്ടോ. വീട്ടിൽ അത്താഴമൊക്കെ കഴിക്കുകയാണ്. ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ടാറ്റാ.